അതെ, തീർച്ചയായിട്ടും എല്ലാത്തിനും സമയമുണ്ട്. ഉത്തമ സമയം. ആ ഉത്തമ സമയത്ത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു സൽഫലമുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ശരി, ഗോപാലകൃഷ്ണൻ സാറ് കുറെ നേരമായിട്ട് ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം. സാറ് എന്ത് തോന്നുന്നു? എനിക്ക് ഒരൊറ്റ ചോദ്യം ചോദിക്കും, ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? സാറ് യാത്ര ചെയ്ത് ആളുകളുമായി സംസാരിച്ച് അങ്ങനെ കളക്ട് ചെയ്ത് അതുകൂടാതെ ഞാനൊരു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഒരു 2000 പേരോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഓട്ടോറിക്ഷയിൽ കയറിയ ഡ്രൈവർമാരോട് ചോദിക്കും, ഹോട്ടലിൽ കയറിയ അവിടെ ചോദിക്കും. പിന്നെ സ്ഥിരം ഇലക്ഷൻ കാലത്തല്ലാതെ ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആളുകളോടും പിന്നെ കോച്ച് മാറി കയറിയിട്ടേ പലരോടും ചോദിക്കും. അത് ത്രൂ ഔട്ടുള്ളതാണ്, ഇലക്ഷൻ സമയത്ത് മാത്രമല്ല. അങ്ങനെ ജനങ്ങളുടെ കേരളത്തിലെ കാര്യമാണ്. കേരളത്തിന് പുറത്ത് അങ്ങനെ ഞാൻ കന്യാകുമാരിയിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സാറ് സ്വാഭാവികമായിട്ടും ആളുകളെ സംസാരിക്കുകയാണ്. ഇന്നലെ എക്സിറ്റ് പോൾ വന്നപ്പോ സാറിന്റെ ഞാൻ പറഞ്ഞതുമായിട്ട് മിക്കവാറും എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട്. ആകെ വ്യത്യാസമുള്ളത് ആന്ധ്രയിൽ NDAക്ക് വലിയൊരു മേൽക്കൈയാണ് എക്സിറ്റ് പോള്. ഞാൻ അങ്ങനെ പറയുന്നില്ല. കേരളത്തിൽ ഒരു സീറ്റും പറഞ്ഞിട്ടില്ല. അത് പറയാനായിട്ട് ഈ ഇത് ഭരണവിരുദ്ധ തരംഗം കണ്ടമാനമുണ്ട്. അതിനൊരു സർവേ നടത്താതെ തന്നെ നമുക്ക് പറയാം. അതെ, ഇത്തവണ അങ്ങനെയാ. ഒന്നും കൂടെ പോകും. ഈ 2 സീറ്റ് ബിജെപിക്ക് സാർ പറഞ്ഞു. ഞാൻ ഒന്നേ പറഞ്ഞു, 1-2 ഉറപ്പുള്ളത് 1 മുതൽ 2 വരെ. അതെ, ഉറപ്പുള്ളത് തൃശ്ശൂര് സുരേഷ് ഗോപി ഉറപ്പാണ്. അപ്പൊ ഇത്തവണ തൃശ്ശൂർ പുള്ളി എടുക്കും. ഒരു ഇടനെഞ്ചിലാണ്. ഒരു 2000 തൊട്ട് 12,000 വരെ ലീഡിന് ജയിക്കും. പിന്നെ ഒരു സീറ്റ് സാർ പിന്നെ തിരുവനന്തപുരം സാധ്യതയുണ്ട്. അത് ഒന്നുകിൽ ശശി തരൂര് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ. അത് ഒരുപോലെ വന്നിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. വളരെ കടുത്ത മത്സരം തന്നെയാണ്. അതെ, അത് ക്രിസ്ത്യൻ വോട്ട് ഈ രാജീവ് ചന്ദ്രശേഖറിന് ഒരു 25% കിട്ടിയാൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. അല്ല, അത് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ തീർത്ത് പറയുന്നത്. എടുത്തിട്ടുണ്ട്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ശശി തരൂർ ജയിച്ചത് 1,11,000 വോട്ട് കുറവേ ഉള്ളൂ. ഇത്തവണ ശശി തരൂർ ജയിച്ചാലും 10,000 കുറഞ്ഞ ലീഡായിരിക്കും. ഗോപാലകൃഷ്ണ സാറിന്റെ ഡാറ്റ വെച്ചാണ് സാർ കളക്ട് ചെയ്ത, സാർ നേരിട്ട് അനുഭവിച്ച, പരിചയിച്ച വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് സാറിന്റെ ഒരു അവിടെ അതാണ് അവിടെ ഡാറ്റയും ഇവിടെ ജ്യോതിശാസ്ത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ആസ്ട്രോണമി എന്നാണ് ആസ്ട്രോളജി രൂപപ്പെട്ടത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ ഈ ജ്യോതിഷ ശാസ്ത്രത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് സർവത്ര കാര്യങ്ങളും പറഞ്ഞിരിക്കും. അപ്പോൾ ഈ ജ്യോതിഷൻ ഒരിക്കലും കാണാതെ പഠിച്ച് പറയാൻ പറ്റില്ല. കാണാതെ പഠിച്ച് പറയുന്ന ജ്യോതിഷന്മാർക്ക് എല്ലാം തെറ്റും. അതായത് ഒരു മനുഷ്യനെ കുറിച്ച്, നിങ്ങളെക്കുറിച്ചാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് സർവത്ര കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ അത് ജ്യോതിഷത്തിൽ അറിയാതെ എവിടെ ഉണ്ടെന്ന്. അത്രത്തോളം അങ്ങനെയല്ല. നിങ്ങളുടെ ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി എവിടെ ഉണ്ടെങ്കിൽ അത് ഏത് സ്ഥാനത്തെന്ന് പോലും ഗണിച്ച് പറയാൻ ജ്യോതിഷ ശാസ്ത്രത്തിന് കഴിയും. അത്ര ഷാർപ്പായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഇത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കാര്യം 80% നമുക്ക് വേണ്ട. അത് ആ ശാസ്ത്രം തെറ്റൂല.